ചിതലരിച്ച പുസ്തകങ്ങളും തകർന്നു വീണ ഗ്രന്ഥശാല കെട്ടിടവും കോട്ടയം മറിയപ്പള്ളിയിലെ പുസ്തകപ്രേമികളുടെ കണ്ണ് നനയിച്ചിരുന്ന കാഴ്ചയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ദുരവസ്ഥയിലായിരുന്ന മറിയപ്പള്ളി മഹാത്മജി സ്മാരക ഗ്രന്ഥശാലയുടെ മുഖം ഇന്ന് പക്ഷേ അപ്പാടെ മാറിയിട്ടുണ്ട്. അതിന് പിന്നിൽ ഒരു കഥയുമുണ്ട്, ഒരു ജനകീയ കൂട്ടായ്മയുടെ അധ്വാനത്തിന്റെ കഥ. ആ കഥ സൂപ്പറാണ്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ളൊരു വായനശാല. അക്ഷരനഗരി എന്ന് ഖ്യാതി കേട്ട കോട്ടയം നഗരത്തിൽ നിന്ന് അധികം അകലെയല്ലാത്ത മറിയപ്പള്ളിയിൽ. ഒരു നോവൽ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വൈകാരിക തലങ്ങളിലൂടെയും ഈ ഗ്രന്ഥശാലയുടെ കഥയും കടന്നു പോകുന്നുണ്ട്. 1963 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ ഈ ലൈബ്രറിക്ക് തറക്കല്ലിടുമ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു ഇന്നാട്ടുകാർ. വായനയിലൂടെ ലോകത്താകമാനം സഞ്ചരിക്കാനൊരു ലൈബ്രറി. എന്നാൽ കാലപ്പഴക്കത്തിൽ വായനശാല നശിച്ചു തുടങ്ങി. അന്നത്തെ ബഹുമാനനായ മുഖ്യമന്ത്രി ആർ ശങ്കർ ശിലാസ്ഥാപനം ചെയ്ത ഒരു ഗ്രന്ഥശാലയാണിത്. ആദ്യകാലങ്ങളിൽ NSS കരയോഗം കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് പുതിയ സ്ഥലം കിട്ടി ഇങ്ങോട്ട് മാറി. മുന്നോട്ടുള്ള പോക്കിന് ചില തടസ്സങ്ങൾ വന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ കെട്ടിടങ്ങൾക്കൊപ്പം തന്നെ പുസ്തകങ്ങളും ജീർണാവസ്ഥയിലായി. ഗ്രന്ഥശാലയുടെ ഓരോ ഭാഗവും മറന്നു വീണപ്പോൾ, പുസ്തകങ്ങൾ നശിച്ചപ്പോൾ മറിയപ്പള്ളിക്കാർ ഒരുപാട് വേദനിച്ചു. ലൈബ്രറി വീണ്ടെടുക്കാൻ പലതവണ ശ്രമിച്ചതാണ്, പക്ഷേ പൂർത്തിയായില്ല. ഇത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി റെസിഡന്റ് അസോസിയേഷന്റെ ആദർശ് റെസിഡന്റ് അസോസിയേഷൻ കേരളത്തിൽ 1-2 വട്ടം ഞങ്ങൾ ശ്രമം നടത്തി, പക്ഷേ അത് ഫലിച്ചില്ല. അതിനുശേഷം ഈ ജനകീയ കൂട്ടായ്മ, ഈ ഷാനവാസിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാവുകയും അതിൻ്റെ കീഴിൽ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാണ് ഇപ്പോൾ ഈ പ്രവർത്തനം ഈ നിലയിലെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ നാട്ടുകാർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒരുപാട് ഓർമ്മകൾ പേറുന്ന ഗ്രന്ഥശാലയ്ക്കായി അവരൊരു ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു. ഇതിന് പുതിയ മെമ്പർഷിപ്പുകൾ എടുക്കാനും പഴയ ലൈഫ് മെമ്പർമാർ പലരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ സമീപിച്ചു. അവരൊക്കെ നല്ല രീതിയിൽ പിന്തുണ തന്നു. അതുപോലെ ഇവിടെയുള്ള ചില വ്യാവസായിക പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ സമീപിച്ചു. എല്ലാവരിൽ നിന്നും നല്ലൊരു റെസ്പോൺസ് ഞങ്ങൾക്കുണ്ടായപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ധൈര്യം ഉണ്ടായി, ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. നാട്ടകം ജനകീയ കൂട്ടായ്മ മിഷൻ ലൈബ്രറി 2025 എന്ന പേരിലാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, പ്രവാസികൾ ലൈബ്രറിക്കായി നാടൊന്നിച്ചു. ഒടുവിൽ അവർ വായനശാല വീണ്ടെടുത്തു. ഒരു ബാലവേദി രൂപീകരിച്ച് ഏകദേശം 40ഓളം കുട്ടികളിപ്പം മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പം അവരെ ഉൾപ്പെടുത്തി അവർക്കായിട്ടുള്ള സാഹിത്യപരമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൂടാതെ അവർക്ക് കായികമായ എന്തെങ്കിലും അഭിരുചികളുണ്ടെങ്കിൽ അതും വളർത്തിയെടുക്കണം. നാമാവശേഷമായ ഒരു ലൈബ്രറിക്ക് വേണ്ടിയാണ് നാടൊന്നിച്ചത്. അതിലവർ വിജയിച്ചു. ഇനി വേണ്ടത് കുറച്ചധികം പുസ്തകങ്ങളാണ്. അതും വൈകാതെ ഈ നാട്ടുകാർ കണ്ടെത്തും. കഥകളും നോവലുകളുമൊക്കെ ഏറിയ പങ്കും അവസാനിക്കുന്നത് സന്തോഷത്തിലായിരിക്കും. മറിയപ്പള്ളിയിലെ ഈ ഗ്രന്ഥശാലയും ഇന്ന് അങ്ങനെയാണ്. തകർന്നുപോയ ഈ അക്ഷരവീടിനെ അവർ വീണ്ടെടുത്തിരിക്കുന്നു. ഈ നാട്ടുകാർ സൂപ്പറാണ്. ശ്രീകുമാറിനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, കോട്ടയം.